ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബറിനെ പറ്റിയാണ്. അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് ആണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ അക്ബർ അതിന് മുമ്പേ അത്ര ഫെയിമൊന്നും അല്ലായിരുന്നെങ്കിലും നമ്മുടെ ഐഡിയ ശാസ്ത്രജ്ഞനകത്തുകൂടെ ഒരുവിധമൊക്കെ ആൾക്കാർക്കൊക്കെ അറിയാമെന്നായിരുന്നു. എനിക്ക് ഈ ബിഗ് ബോസ് വരുന്നതിന് മുമ്പേ ഈ അക്ബറിനെ അറിയാമെന്നായിരുന്നു. ഒരുപാട് പാട്ടുകളൊക്കെ കേട്ട് അന്ന് നമ്മൾ കണ്ട അക്ബർ ഒന്നും അല്ല നമ്മൾ ബിഗ് ബോസിൽ വന്നപ്പം കണ്ട അക്ബർ. അതിന് എന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്ന പോലെയായിരുന്നു അക്ബറിൻ്റെ സ്വഭാവം കണ്ടത്. നമ്മൾ ഐഡിയ ശാസ്ത്രജ്ഞരെ കാണുന്ന അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യൻ, നല്ല ഒരു കോമഡിയൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് അതിനൊക്കെ അപ്പുറം സ്ത്രീകളോട് ഒരുപാട് മോശമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് രേണുവിനെയൊക്കെ ആദ്യത്തെ സമയത്തൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ അത് ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്നൊരു വാക്കായിരുന്നില്ല. അതുപോലെ ഒരു ഇതായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചവർ അമ്മ വരെ ഉപദേശിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ആ അക്ബറിൻ്റെ കാര്യങ്ങളാണ് ഇന്നിപ്പം കുറച്ച് ദിവസം ഇന്നലെ വിനിയാന്ന് തൊട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതായിക്കൊണ്ടിരിക്കുന്നത്. അക്ബറിൻ്റെ രഹസ്യ ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതും അക്ബറിൻ്റെ വൈഫായിട്ടൊന്നും അല്ല കേട്ടോ, വേറൊരു പെൺകുട്ടിയായിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അതിൻ്റെ ശരിയോ തെറ്റോ ഒക്കെ നിങ്ങൾക്ക് കൂടെ കമൻറ്റിലൂടെ പറയാം. പക്ഷേ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഞാനും കൂടെ ഇതിലൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അക്ബറിൻ്റെ ചാറ്റും കാര്യങ്ങളൊക്കെ എന്നതായിരുന്നു എന്നുള്ളത് നോക്കാം. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു ആപ്പിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ആപ്പ് എന്നതാണെന്നുള്ളതും നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെയുള്ള ആപ്പൊന്നുമല്ല. ഈ ഒരു ആപ്പ് എന്നതാണെന്നുള്ളത് അതിന് മുമ്പേ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അതിപ്പോൾ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ആപ്പിനെ പറ്റി കേൾക്കുക പോലും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നില്ല നല്ലത്. എന്തായാലും നമ്മുടെ ഹസ്ബിന സക്കീർ എന്ന് പറഞ്ഞ ആളുടെ ചാനലിനകത്താണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് എന്നതാണ് ഈ ആപ്പ് എന്നുള്ളത്. അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതിന് മുന്നേ ഈ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്നത്, ഡേറ്റിംഗ് ആപ്സ് എന്ന് വെച്ചാൽ അതായത് ടിൻഡർ യൂസ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്നത് അവർ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സർക്കിൾ കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഐഡിയാസ് സംസാരിക്കാൻ വേണ്ടി, ആ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കണ്ടുപിടിക്കുക, ടു മേക്ക് മീറ്റ് പീപ്പിൾ ഇൻ എ വേ ദേ ഡെവലപ്പ് ബിസിനസ്, അല്ലെങ്കിൽ അവരുടെ സർക്കിൾ വൈഡൻ ആക്കുക. ജസ്റ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് സംസാരം, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഇറ്റ് ഇസ് നത്തിങ് സീരിയസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു വളച്ചൊടിച്ച്, അതായത് ഈ ടിൻഡർ, ബമ്പിൾ, അരികെ അങ്ങനെയുള്ള ആപ്സൊക്കെ വളച്ചൊടിച്ച് ഇവർ ഇവരുടേതായിട്ടുള്ള രീതിയിലോട്ട് കൺസ്ട്രക്ട് ചെയ്യും. ഞാൻ ആ രീതിയോട് തീരെ യോജിക്കുന്ന ആളല്ല. ബിക്കോസ് ടിൻഡർ പോലും ടിൻഡറിനെ പറ്റി എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? ടിൻഡറിനെ പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ഡേറ്റിംഗ് സൈറ്റ്. ഓക്കെ, നിങ്ങളിപ്പം ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ടിൻഡർ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ടിൻഡറിൽ എഴുതി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടിൻഡർ ഡേറ്റിംഗ് ആപ്പ് മാച്ച് മീറ്റ് ന്യൂ സിംഗിൾ പീപ്പിൾ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാച്ച് ചെയ്യുക, സിംഗിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യുക. ഇതാണ് ഒഫീഷ്യലി ടിൻഡറിനെ പറ്റി എഴുതിയിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഗൂഗിളിൽ വിക്കിപീഡിയ പോയി സെർച്ച് ചെയ്താലും ഇറ്റ് ഈസ് എ ഡേറ്റിംഗ് ആപ്പ് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ആപ്പ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ആൾക്കാർ ആപ്പിനെ വളച്ചൊടിക്കും. അതെന്തിനാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ആപ്പിനെ പറ്റി ഇതാണ് പറയുന്നത്. അപ്പം ഇതിനകത്തൊരു നമുക്ക് ഇപ്പം ചെറിയ ഫെയിമൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറേ ഫാൻസിനെയൊക്കെ ഒപ്പിക്കുന്നതിനും അങ്ങനെയൊക്കെ ആയിട്ട് ഇതായിട്ട് ചാറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി, പിന്നെ ബിസിനസ്സിനൊക്കെ വേണ്ടി ആൾക്കാരൊക്കെ ഇതാക്കുന്നതിന് വേണ്ടി എന്നൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട്. അങ്ങനെ വേണ്ടിയാണ് ഈ ചാറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെ എല്ലാത്തെയും കാര്യങ്ങൾ അതിപ്പോൾ എല്ലാത്തിനും നടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നില്ല, ഫേസ്ബുക്കിൽ നടക്കുന്നില്ല, വാട്സപ്പിൽ നടക്കുന്നില്ല, എല്ലാത്തിനകത്തും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ആൾക്കാർ വന്നിരിക്കും. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ നമുക്കൊരു ആപ്പിനെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യാദൃശ്ചികമായിട്ട് ചില കോളുകൾ വന്ന് അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇതാകാറുണ്ട്. പക്ഷേ ഈ ആപ്പിനെ പറ്റി അങ്ങനെ മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അത് ഉപകാരമുള്ളവർ കാണുമായിരിക്കും. അപ്പം നമ്മുടെ ഈ അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് വെച്ച് കണ്ടിട്ടുണ്ട്. അക്ബറിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്, അതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ പുള്ളിക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ പുള്ളിക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശരിയുമുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് അക്ബറിൻ്റെ കാര്യങ്ങൾ പുള്ളിക്കാരി ആദ്യം പറയുന്നതന്നെ നോക്കാം. ആൻഡ് സോഷ്യലി നിങ്ങൾക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വൈ നോട്ട് യൂസ് ഇൻസ്റ്റാഗ്രാം? എന്തുകൊണ്ട് പറ്റുന്നില്ല? വൈ നിങ്ങളൊരു ഡേറ്റിംഗ് ആപ്പിൽ തന്നെ കയറിയിട്ട് നിങ്ങളുടെ സർക്കിൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു? ഐ ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ്. എന്റെ പെർസ്പെക്റ്റീവിൽ അത് എത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. ദാറ്റ് ഇസ് ജസ്റ്റ് എ മാനിപ്പുലേറ്റീവ് സ്റ്റോറി. അതായത് ഇത് പറയുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ, ലൈക്ക് ഈ ടിൻഡർ ഉപയോഗിക്കുന്ന ഇവർ ഈ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കി ഇത് പ്രൂവ് ചെയ്യുന്ന ആരോടാന്ന് വെച്ചാൽ പാർട്ണറുള്ള ആള്, ഫിയാൻസെ, വൈഫ്, ഹസ്ബൻഡ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് റിലേഷനിൽ നിൽക്കുന്ന ആൾക്കാർ. ഇത് കൺവിൻസ് ചെയ്ത് വിശ്വസിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരാണ്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഐ നോ അതിൽ വിശ്വസിക്കുന്നത്. ആൻഡ് അല്ലെങ്കിൽ അവരത് വിശ്വസിപ്പിക്കണം, അവരുടെ മനസ്സിനെ തന്നെ അവർ വിശ്വസിപ്പിക്കും. ബിക്കോസ് ദേ റിയലി ലവ് ദ അതർ പേഴ്സൺ ഓൺ ദ അതർ സൈഡ്. അതുകൊണ്ട് അവർ വിശ്വസിപ്പിക്കും. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എത്ര വെള്ളം പൂശിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അറിയാം നിങ്ങൾ എന്തിനാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതെന്ന്. അപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് ഈ ആപ്പ് എടുക്കുന്നവരുടെ ദുരുദ്ദേശം എന്നാന്നുള്ളത് പുള്ളിക്കാരി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റ് ഇതിനകത്തൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ ഇങ്ങനൊരു പബ്ലിക് മീഡിയയിലേക്ക്
ഇങ്ങനെ വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം മിക്ക സോഷ്യൽ മീഡിയയിലും വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ ഒരാളെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇത് നമുക്ക് അതിലൂടെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, നമുക്ക് ഇഷ്ടമുള്ളവർ ചെന്ന് അവരെ സപ്പോർട്ട് ചെയ്തോളും. അല്ലാതെ ഇങ്ങനെ ഒരു രഹസ്യമായിട്ട് ഇതായിട്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല ഇതായിട്ടാണ്. എനിക്കൊന്ന് ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തോന്നുന്നു ഭയങ്കര ഇതായിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് വെറുതെ ഇങ്ങനൊരു ആപ്പ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശത്തിൽ ഒരു ദുരുദ്ദേശമില്ലേ എന്നുമുണ്ട് കേട്ടോ. അത് എല്ലാത്തിനകത്തും ഉണ്ട്, എല്ലാത്തിനകത്തും മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ആപ്പ് ഈ പോയെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മോശക്കാരനാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല കേട്ടോ. എന്താണ് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ഒന്ന് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുന്നവർക്ക് അവിടെ മുകളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബ്ലൂടിക്ക് ഉണ്ട്. ഇപ്പൊ ഡേറ്റിംഗ് ആപ്സിന്റെ ഒക്കെ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫേക്ക് ഫേസ് വെച്ചിട്ട് കുറെ പണ്ട് നമുക്ക് നമ്മുടെ അല്ലാത്ത ഫേസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൽ നിന്ന് കുറെ സ്കാമും സീനും ഒക്കെ വന്നിട്ടാണ് ഇപ്പൊ ടിൻഡറും ബമ്പിളും ആയിരിക്കും ഒക്കെ വളരെയധികം സെക്യൂരിറ്റി അവരുടെ കൂട്ടി. ആ സെക്യൂരിറ്റി കൂട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഹാവ് യുവർ ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ. അത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഫേസ് ഐ ഡിയുടെ വെരിഫിക്കേഷൻ വരും. ആ ഫേസ് ഐ ഡി നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ആധാർ നമ്പർ കൊടുക്കണം, ആധാർ നമ്പർ, അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ സംഭവത്തിന്. ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ബ്ലൂടിക്ക് ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലൂടിക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് ഐ ഡി ഈസ് ഒറിജിനൽ, ഫേക്ക് ഒരു ഐ ഡിയേ അല്ല. അപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു ആപ്പ് എടുക്കണമെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പോൾ ഇത് അക്ബറിനെ കുറ്റം പറയുന്നു. ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ ഫേക്ക് ആയിട്ടൊക്കെ ഒരുപാടുണ്ട്, ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് ഫേക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആപ്പ് എടുക്കുന്നവർക്ക് ആധാറിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കണം, ഫോട്ടോ കൊടുക്കണം. അത് ഫേക്ക് അല്ലെന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് ആപ്പ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അക്ബറിൻ്റെ ആ ഒരു ഐ ഡിയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അക്ബറിൻ്റെ ഐ ഡിയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇത് ഈ പുള്ളിക്കാരിയുടെ ഒരു കൂട്ടുകാരിയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ കൂട്ടുകാരി ചെയ്തതും അത്ര ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളുമായിട്ട് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയക്കാം. നമുക്ക് അവരിൽ നിന്ന് അതുപോലൊരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഈ ഫോണെന്ന് പറയുന്നൊരു സാധനം നമുക്ക് വേണ്ടാത്തൊരാളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ഒരാളുടെ താല്പര്യമില്ല, നമുക്ക് ബ്ലോക്ക് ചെയ്ത് വിടാം. അതിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും നമ്മളെ ഒരാൾ അനാവശ്യമായിട്ടൊരു കമൻറ്റ് വന്നാൽ നമുക്ക് അവരെ കളയാം. പിന്നെ അവർക്ക് നമ്മുടെ വീഡിയോ പോലും കാണാൻ പറ്റാത്ത പോലെ നമുക്ക് ആക്കിയിടാൻ പറ്റും. അപ്പോൾ എല്ലാ ഇതിനകത്തും ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി ഇതൊന്ന് എടുത്ത് വെച്ച് ഇപ്പോൾ ഈ അക്ബർ എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോയി ഇത്രയും ഫെയിം അല്ലായിരുന്നെങ്കിൽ ഇവർ ഈ ചാറ്റ് പുറത്ത് വിടുമായിരുന്നു? ഒരിക്കലും വിടുകയല്ല. ചിലപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ ഈ ചാറ്റ്. പക്ഷേ ഇത് എനിക്ക് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഒരാളെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് അവരുടെ ചാറ്റ് ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഇതുപോലെ വിട്ട് മോശം ആക്കുക എന്നുള്ളത് അവർക്ക് അവർ ചെന്നത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. പിന്നെ തന്നെയല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ഇതിനകത്ത് ഒറ്റയൊരു വാക്ക് പോലും അക്ബർ ആ കുട്ടിയോട് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ കൊടുത്തു. ഈ ഫോൺ നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളിപ്പോൾ ബിഗ് ബോസിലുമൊക്കെ പോയി ഒരുപെട്ടവരൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ പുള്ളിയുടെ ഫാമിലിയെ പറ്റിയും അറിയാം, പുള്ളി കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയും അറിയാം. ഇത്രയും അറിയാവുന്ന ആൾക്കാർ ആരും ഒരു പ്രണയത്തിന് അങ്ങോട്ട് ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിഗ് ബോസിൽ പുള്ളിയെ കണ്ട ആരും പുള്ളിയെടുത്ത് പ്രണയിക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഇനി പാട്ട് കേട്ട് ആരാധന മൂത്തൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ചെല്ലുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഒരു ആരാധന തോന്നുമല്ലോ. പക്ഷേ ഈ ഒരു ചാറ്റ് പബ്ലിക്കിലേക്ക് വിട്ട് പുള്ളിക്കാരിയുടെ മുഖമോ ഈ ചാറ്റ് ചെയ്ത വ്യക്തിയെ പറ്റിയോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. ഈ ഒരു അക്ബറിൻ്റെ കാര്യങ്ങളും ഇതാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന ഏറ്റവും വലിയ കൊള്ളരുതായ്മ എന്ന് പറഞ്ഞത്. എന്നാന്ന് ചോദിച്ചാൽ ഒരാണിനോട് അങ്ങോട്ടൊരു പെണ്ണ് സംസാരിക്കാൻ ചെന്നിട്ടല്ലേ ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്നത്? ഇല്ലെങ്കിൽ വരുമോ? ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന ഒരു പെണ്ണിനെ വീട്ടിൽ ചെന്ന് അവിടെ ഫോൺ എടുത്തവൻ കുത്തി ചെല്ലത്തില്ലല്ലോ. അങ്ങനെ വരുന്ന ഒരാൾ നമ്മൾക്കും അവരോടൊരു തോന്നിപ്പോയി. ഇനി അതോ തന്നെ റോങ് ആയിട്ടൊരു കാര്യം വന്നെന്നിരിക്കട്ടെ, നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ച് പോവുക. അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഇതാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഒരു പുള്ളി മോശമായിട്ടൊന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കാര്യം മിക്കതിനകത്തും അക്ബർ ചാറ്റ് ചെയ്തു, അക്ബറിന് അവിഹിത ബന്ധം എന്നുള്ള രീതിക്കാണ് കൂടുതലും വന്നേക്കുന്നത്. അപ്പം ഇത് നമുക്ക് കേൾക്കാം, പുള്ളിക്കാരി പറയുന്ന ബാക്കി കാര്യങ്ങളൂടെ കേൾക്കാം. ഓക്കെ, ടിൻഡർ എടുക്കുന്നു. ടിൻഡർ അക്ബർ എടുത്തു കഴിഞ്ഞാൽ യു സ്വൈപ്പ് എ പേഴ്സൺ, അതായത് ഒരു ഗേളിനെ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്ത് മാച്ചായി കണക്ട് ആക്കി. അത് കഴിഞ്ഞ് ഫസ്റ്റ് അവരുടെ ഫസ്റ്റത്തെ ചാറ്റാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഈ ഫസ്റ്റത്തെ ചാറ്റിൽ നിങ്ങൾക്ക് കാണാം ആ കുട്ടി ചോദിച്ചേക്കുന്നതാണ് ഇസ് ദിസ് റിയൽ. അപ്പം റിപ്ലൈസ് ആണ്, യെസ്. ഓക്കെ, ഇനി ആ കുട്ടി എന്തിനാണ് അങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, യു സി എ വെരി പബ്ലിക് ഫിഗർ. അതായത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കും, നമ്മൾ അത്ര ആരാധിക്കുന്ന ഒരാൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പിലൊക്കെ കാണുമ്പോഴത്തേക്കും വി ആർ വെരി ക്യൂരിയോസിറ്റി ഭയങ്കര എക്സ്ട്രീമാണ്. അപ്പോൾ നമുക്ക് ഇത് ഒറിജിനൽ ആണോ എന്നറിയാനുള്ള ആകാംക്ഷ അതിലും കൂടുതലായിരിക്കും. ഇത് ടിപ്പിക്കൽ ഒരു ബിഹേവിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലാണ്ട് നത്തിങ് അൺയൂഷ്വൽ. നമുക്ക് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ്. സോ നമ്മൾ ചോദിച്ചു പോകും ഇസ് ദിസ് റിയൽ. നോർമലായിട്ട് കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഒരിക്കലും റിയൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന്, പുള്ളി യെസ്
യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത്. അപ്പോൾ ഹി വാസ് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അതായത് പുള്ളി ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പുള്ളി റെഡിയാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് എന്തിനാണ് പുള്ളി റെഡിയാവുന്നത്, അല്ല ആസ് ഇൻ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലൈക്ക് ബിസിനസ് ഐഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ പുള്ളി ഐഡന്റിറ്റി ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹി ഈസ് റെഡി. ഇതാണ് എവിടെയെങ്കിലും ദൈവതമ്പുരാൻ ഒരു തെളിവ് വെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിൽ ഓർത്തിരുന്നാണ് ഈ പറയുന്ന വാക്കുകളെ. ഒരു ഇത് റിയലാണോ എന്ന് ചോദിച്ചു, ആണെന്ന് പറഞ്ഞു. അതിൽ എന്നാണ് തെറ്റിരിക്കുന്നത്? ഒരു തെറ്റുമില്ല. പിന്നെ ഒരു പബ്ലിക് ഫിയർ ഉള്ള ഒരാളായതുകൊണ്ട് പുള്ളി ഇത് ഫേക്ക് ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പുള്ളിക്കാരിക്ക് ഒരു ആകാംക്ഷ തോന്നി എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു പബ്ലിക് ഫെയിമായ ഒരാൾ, നമുക്ക് പബ്ലിക്കായിട്ട് അറിയാവുന്ന ഒരാൾ, ആ ആളുടെ കാര്യങ്ങൾ എത്രയാണേലും നമ്മൾ അറിഞ്ഞിരിക്കും ഇല്ലേ? പ്രത്യേകിച്ച് ബിഗ് ബോസിൽ വന്ന് പുള്ളിയുടെ എല്ലാ ചരിത്രങ്ങളും ഫാമിലിയും കാര്യങ്ങളും എല്ലാം നമ്മളെ കാണിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിലെല്ലാം അത് വന്നിട്ടുണ്ട്. അക്ബർ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വരുന്ന സമയത്തും വൈഫ് വരുന്നതും കാണിക്കുന്നുണ്ട്, അമ്മയെ കാണിക്കുന്നുണ്ട്, എല്ലാവരെയും കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് അക്ബർ അതിനകത്ത് തന്നെ, ഈ ബിഗ് ബോസിൽ തന്നെ ഈ ആരും ഇടയ്ക്കൊക്കെ ശപിക്കുന്നുണ്ട്. നീ ചെല്ലുമ്പോൾ നിൻ്റെ പെണ്ണ് നിനക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് ശപിക്കുമ്പം അത് ലാലേട്ടനോട് പറയുന്നുണ്ട് അക്ബർ. എൻ്റെ പെണ്ണിനെ പറ്റി വരെ അനുമോൾ എന്നെ പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പെണ്ണെന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ ഭാര്യ എന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലാതെ പെങ്ങളെന്നോ അങ്ങനെ മറ്റൊരർത്ഥം അല്ലല്ലോ അതിന് വരുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നത്, പുള്ളിക്കാരുടെ ഫ്രണ്ടിന് അറിയായിരുന്നു ഇത് ഇങ്ങനെ ഒരാൾ. അപ്പോൾ ഇത് ഒറിജിനലാണോ ഈ ഐഡിയ നമുക്കൊക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, ലാലേട്ടൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടി, നമുക്കിത് ലാലേട്ടനാണോ ഇല്ലെന്ന് അറിയട്ടെ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആരാധനയാണ് മനുഷ്യനോട്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് നമുക്കൊരു മെസ്സേജ്, അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് ഫേക്കായിട്ടും കാണും, ഒറിജിനലായിട്ടും കാണും. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഏതൊരു സീരിയൽ അതൊരു നടനാണെപ്പോലും നമുക്ക് അവർ ഒറിജിനൽ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. കാര്യം നമ്മൾ ടി വിയിലൂടെ കാണുന്നൊരു വ്യക്തി, അവർ നമ്മൾക്കൊരു മെസ്സേജ് അയച്ചു, ആ ഒരു മൈൻഡിലായിരിക്കും നമ്മൾ ഈ ഇപ്പോൾ എടുക്കുന്ന ഒരാൾ, ആ ഒരു നടനാണെങ്കിലും അല്ലെങ്കിൽ അക്ബർ ആണെങ്കിലും ആ ഒരു മൈൻഡിലായിരിക്കും ചിന്തിച്ചത്. അക്ബർ ഇത്രയും ഫെയിമൊക്കെ ആയി, അപ്പോൾ അക്ബറിനോടുള്ള ആരാധികയാണ് എന്നോർത്തായിരിക്കും അക്ബർ അതെ ഞാൻ ഇന്ന ആളാണ്, അല്ലെ പിന്നെ അക്ബറിന് ഫേക്കായിട്ടൊരു ഐഡിയ എടുത്താൽ പോരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യാമായിരുന്നല്ലോ. അതല്ലാതെ സ്വന്തം ഐഡിയയിൽ കയറി ഒരിക്കലും ഒരു തോന്നിവാസം കാണിക്കാൻ ആരും പോകത്തില്ല. അതൊരു പെണ്ണാണെങ്കിലും ഒരാണേലും, പ്രത്യേകിച്ച് പബ്ലിക്കിൽ ഇതുപോലെ അറിയാവുന്നൊരു വ്യക്തി. ഇതൊക്കെ ചിന്തിക്കാനുള്ള മൂള ഈ കാണുന്നവരൊന്ന് കാണിക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് വന്നിരിക്കുന്ന കുറേ നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. അവൻ പെണ്ണുപിടിയനാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം വരുമ്പം ഒരിച്ചിരി ഒന്ന് ചിന്തിക്കുക, അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുക. അല്ലാതെ ഈ പറയുന്നത് മൊത്തത്തിൽ നമ്മളങ്ങ് വിഴുങ്ങി വെച്ച് അവൻ ഇന്ന കാര്യമാണ് അല്ലെങ്കിൽ അവൾ ഇന്ന മോശക്കാരിയാണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഒരു പെണ്ണിനെ മോശക്കാരിയാക്കി പറഞ്ഞാലും ഒരാണിനെ മോശക്കാരിയാക്കി പറഞ്ഞാൽ നമുക്കിത് തെളിവ് സഹിതം നമ്മുടെ കിട്ടേക്കുന്നത്. അവൾക്കറിയാം അക്ബർ ആരാന്നറിയാം, അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നിട്ട് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതെന്ന് പറയുന്നു. അക്ബർ അന്നേരം ഫേക്ക് അല്ല എന്ന് പറഞ്ഞു. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. തേർഡ് ചാറ്റിൽ അവൾ ട്രസ്റ്റ് എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി, അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന്. ആൻഡ് ഷീ ടോൾഡ് നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന്. ബട്ട് ഹി വാസ് ഓക്കെ ടു ഷെയർ ഹിസ് നമ്പർ. പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. അപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ്, നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇത്രയും പബ്ലിക്കലി ഇത്രയും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കുമോ, ഒറിജിനലി നമ്പർ ഷെയർ ആക്കുമോ എന്ന് നമുക്ക് തോന്നും. ബട്ട് യെസ്, ഹി ഷെയർഡ് ഹിസ് നമ്പർ. അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു 2 മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ദിസ് ഗോസ്. ഓക്കെ, അത് കഴിഞ്ഞ് നാലാമത്തെ ചാറ്റ് ഞാനിവിടെ നാലാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ? ഓക്കെ, ലെറ്റ്സ് നോ ഈച്ച് അതർ. വൈ ഡു യു ഹാവ് ടു നോ ഹർ? കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല. ഷീ ഈസ് എ വെരി നോർമൽ ഗേൾ. അപ്പോൾ ബിസിനസ് പരമായിട്ടൊരു ഗെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ വൈ യു ഗോയിങ് ഇൻ ടു ടിൻഡർ, ഷെയറിങ് യുവർ നമ്പർ. അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇതിലിപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കുറ്റമായിട്ട് പറയുന്നത് ജസ്റ്റ് മിണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്പർ കൊടുത്തു എന്ന് പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്, ചിലപ്പം അവരോട് മിണ്ടി എടുത്തു നമ്പർ കൊടുത്തു, അതൊരു മോശം കാര്യത്തിനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. ഇവർക്ക് എന്നാലും അങ്ങനെ ഒരു നമ്പർ കാണും, ആ ഒരു നമ്പർ ഇവർക്ക് കാണും. ഇവർ പേഴ്സണലായിട്ടുള്ള നമ്പർ ആയിരിക്കില്ല അത്. ചിലപ്പോൾ വാട്സപ്പ്, ഇപ്പോൾ എല്ലാവർക്കും നോർമലായിട്ടുള്ള ഒരു മനുഷ്യർക്ക് പോലും 2 നമ്പറുണ്ട്. ഒന്ന് വാട്സപ്പ് നമ്പരും പിന്നെ അത് കോൾ ചെയ്യാനും പറ്റും, വാട്സപ്പും കിട്ടും.
പിന്നെ ഇവർ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്പറും കാണും. അത് ചിലപ്പോൾ വാട്സപ്പ് കാണണമെന്നില്ല, അവർ ഉപയോഗിക്കുന്ന ആ നമ്പറിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് അതായിരിക്കും കൊടുത്തത്. ഇതൊക്കെയാണ് ഒരു കുറ്റമായിട്ട് കാണുന്നത്. പിന്നെ അക്ബറിനും ചിന്തിക്കായിരുന്നു, ഒരു പെണ്ണ് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം അറിയാം. എന്നേലും ഒരു കാര്യം കിട്ടിയാൽ കരിവാരിത്തേക്കാൻ നടക്കുന്നവരാണ് കുറേ എണ്ണങ്ങൾ. അപ്പോൾ ഒന്ന് ചിന്തിക്കായിരുന്നു, ഈ ഒരു നമ്പർ ആദ്യം കൊടുക്കേണ്ട കാര്യമായിരുന്നു. അവർക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ പോയി പണി നോക്കട്ടെ എന്ന് പറയണം, പോയി പണി നോക്കാനെന്ന് പറയണം, അത്രയേ ഉള്ളൂ. പുള്ളിയുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പെണ്ണ് പരിധി വിട്ട് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഇത്രയൊക്കെ അങ്ങോട്ട് സംശയിക്കേണ്ട, അവളെ കല്യാണം കഴിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ ഡീറ്റെയിൽ ഫുള്ളായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ പോയി പണി നോക്ക് എന്ന് പറഞ്ഞില്ലെങ്കിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കാതിരിക്കുകയായിരുന്നു. അപ്പം നമ്പർ കൊടുത്തു. നമ്പർ എടുത്തത് പുള്ളിക്കാരി കയറി നോക്കിയപ്പോഴത്തേക്ക് നമ്പർ കറക്റ്റൊക്കെയാണ്. അപ്പോൾ ഇവർ നമ്പർ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട്, ട്രൂ കോളിനകത്തൊക്കെ അക്ബർ അക്കു എന്നാണ് കിടക്കുന്നത്, അല്ലാതെ വാട്സപ്പിലൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞേച്ച് മറ്റേ പുള്ളിക്കാരി പിന്നെ കയറി സോഷ്യൽ മീഡിയ കയറി തപ്പിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് പുള്ളിക്കാരന് വൈഫുണ്ട് എന്നൊക്കെ മനസ്സിലായത്. അതത്ര കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ആ പറയുന്നൊരു കാര്യങ്ങൾ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അക്ബറിനെ പറ്റി എല്ലാവർക്കും അറിയാം, കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. കാര്യം ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ സ്റ്റാർ സിംഗറിനകത്താണ് പുള്ളി കല്യാണം കഴിച്ചാണോ, പുള്ളിക്ക് കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പുള്ളിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അതിനകത്തുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും പുറത്തോട്ട് വിടുന്നില്ല. പക്ഷേ ബിഗ് ബോസിൽ അങ്ങനെയല്ല, നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ള ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തെളിവ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം അങ്ങനെ ഒരാളെ പറ്റി അറിയാൻ ഇത്ര ആകാംക്ഷ വന്നു. അറിഞ്ഞു കഴിഞ്ഞ് പുള്ളിയുടെ ഐ ഡി കയറി നോക്കിയപ്പോഴത്തേക്ക് പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി, അപ്പോൾ പുള്ളിക്കാരിയുടെ ഉദ്ദേശം എന്നതായിരുന്നു? നല്ല ഉദ്ദേശമായിരുന്നു. ഈ പുള്ളിക്കാരി ഇപ്പോൾ ഇതിനകത്ത് പറയുന്നു, ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പരിചയമില്ലാത്തൊരു അക്ബറിന് പുള്ളിക്കാരി മെസ്സേജ് അയച്ചു എടുത്തു. ഇതുപോലെ എത്ര അക്ബർമാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള ചിന്തിക്കുന്നുണ്ടല്ലോ. ന്യായീകരിക്കുമ്പോൾ എല്ലാ ഭാഗവും ന്യായീകരിക്കണ്ടേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് നമ്പർ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പുള്ളിക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ടെക്സ്റ്റാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അക്ബർ അല്ലേ ബിഗ് ബോസിൽ നിന്നിട്ടുള്ള അക്ബർ അല്ലെന്ന് ചോദിച്ചപ്പോൾ പുള്ളി യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴും പുള്ളി കൺഫേം ചെയ്തിരിക്കുന്നു. ഇത് കണ്ടാണ് മുട്ടൻ കോമഡി സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയോട് ചോദിക്കാൻ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാനല്ലേ കുറച്ച് മുന്നേ എനിക്ക് നമ്പർ തന്നതെന്ന്. അതായത് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി വിചാരിച്ചത് ടിൻഡർ വഴി പരിചയപ്പെട്ടത് എന്നെയാണ്, എനിക്കാണ് പുള്ളി നമ്പർ ഷെയർ ചെയ്തതെന്ന്. ഓ മൈ ഗോഡ്, എന്താ പറയുക, ഒന്നും പറയാനില്ല എനിക്ക് ആ കാര്യത്തിൽ. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു. എന്നിട്ട് ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു, ഞാൻ ആ ആളല്ല. എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തു, ഞാൻ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഐ എക്സ്പോസ് പീപ്പിൾ. അത് കഴിഞ്ഞ് പുള്ളിയുടെ അലക്കം കേട്ടിട്ടില്ല. പുള്ളി ഒരു റിപ്ലൈ ഇല്ല, പുള്ളി സീനാക്കിയിട്ട് പോയി. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ന്യായം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പുള്ളിക്ക് റിപ്ലൈ ആയിരുന്നു. പുള്ളി റിപ്ലൈ വന്നിട്ടില്ല. നിങ്ങൾ പറയാണ്ട് രണ്ട് സൈഡും കേൾക്കണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പുള്ളിയുടെ സൈഡ് കേൾക്കാൻ പുള്ളി അത് കഴിഞ്ഞ് എനിക്ക് റിപ്ലൈ പോലും തന്നിട്ടില്ല. പുള്ളി ടിൻഡർ എന്തിനാണ് ഡൗൺലോഡ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്തതെന്നോ ഇതൊന്നും പുള്ളി പറഞ്ഞില്ല. ആൻഡ് പുള്ളി എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ദെൻ ഞാൻ പുള്ളിയോട് പറഞ്ഞായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ എക്സ്പോസ് ചെയ്യും. കാരണം എനിക്ക് ഒരു റിലേഷൻ ഇരിക്കെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അത്ര നല്ലതെന്നല്ല എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പ്രത്യേകിച്ച് ഇത്രയും സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ആൾ. അപ്പം ഞാനത് ചാറ്റ് ചെയ്തതിന് പുള്ളി എനിക്ക് ഒരു മറുപടിയും തന്നിട്ടില്ല. ഞാനതിൽ എഴുതിയായിരുന്നു ഞാൻ പുള്ളിയുടെ ടിൻഡർ സൈഡ് എക്സ്പോസ് ചെയ്യുന്നു, അതും ബ്ലൂടിക്കിൽ എന്നെ വലിച്ച് എന്നെ ഉപേക്ഷിച്ചിട്ട് പുള്ളി പോയി. സോ എല്ലാ സ്റ്റോറിക്കും ടൂ സൈഡ് ഉണ്ടാവും. ടൂ സൈഡ് മതലബ് നിങ്ങൾക്ക് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും, നിങ്ങൾക്ക് ചിലർക്ക് ഇത് ഓക്കെ ആയിരിക്കും. പക്ഷേ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല, എസ്പെഷ്യലി വെൻ യു ആർ സ്റ്റാൻഡിങ് ആസ് എ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നി? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നതേലും തോന്നുന്നുണ്ടോ? കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇതിലിപ്പോൾ ഞാൻ പറയാം, പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി അത് വാട്സപ്പിൽ കയറി ചോദിച്ചു. സ്വാഭാവികം. ഇപ്പോൾ എന്നോടൊരാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അവരുടെ ഫോട്ടോയോ കാര്യങ്ങളോ കണ്ടിട്ടില്ല, ചാറ്റ് ചെയ്തിട്ട് ഞാൻ നമ്പർ കൊടുത്തു, എല്ലാം ചെയ്തു. അവരുടനെ തന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ആളാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അത് തന്നെയാണ് അക്ബറും ചെയ്തത്. അക്ബർ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ഇപ്പം നമ്പർ തന്നല്ലേ എനിക്കറിയാം നിങ്ങളെ എന്ന് പറഞ്ഞു. അതിലൊരു തെറ്റ് എവിടെ ഇരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രഹസ്യമായിട്ട് അക്ബർ എന്നിൽ ഒരു മോശം കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഒരു മോശം മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അക്ബർ പറഞ്ഞതിൽ എന്തെങ്കിലും ഇവർ പറയുന്നത് ന്യായമുണ്ടെന്ന് പറയാം. ഇവരുടെ ഈ നമ്പർ ചോദിച്ച് ഇപ്പോൾ ഇത് അക്ബർ പിന്നെ അത് ക്ലിയർ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. കാര്യം പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളി എവിടെ വെള്ളം പൂശാൻ നിൽക്കുമ്പോഴായിരിക്കും പിന്നെ പറയുന്നത്, കണ്ടോ പുള്ളിക്ക് അല്ലെങ്കിൽ മിണ്ടായിരിക്കാൻ. അതിപ്പം അക്ബറിനോട് ചോദിച്ചു, അക്ബർ പറഞ്ഞു ഇതിപ്പോൾ പബ്ലിക്കിലേക്ക് വിടുമെന്നുണ്ട്. അത് വിട്ടാൽ അക്ബറിനൊന്നുമില്ല. കാര്യം പുള്ളി അതിനകത്ത് ഒരു മോശപ്പെട്ട കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കത് പേടിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കത് പുള്ളിയുടേതായ ന്യായീകരണങ്ങൾ എന്നേലും കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും പുള്ളി അത് മൈൻഡ് കൊടുക്കാതിരുന്നത്. ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നു അതിന് എന്നേതെങ്കിലും ഒരു മറുപടി. ഇപ്പോൾ എന്നേലും വന്നേച്ച് അക്ബർ പറയുക അത് ഞാൻ ഇന്ന കാര്യം മറ്റേത് മറച്ചെന്ന് പറയുമ്പം അത് എടുത്തു വെച്ച് ഒരു റിയാക്ട് ചെയ്യും. കാര്യം എന്നാന്ന് വെച്ചാൽ, കണ്ടോ പുള്ളി അത് ന്യായീകരിക്കാൻ നോക്കിയതാണ്. ഇവിടെ സൈലൻ്റാണ് ഏറ്റവും നല്ലത്. എൻ്റെയിലും കാണിക്കട്ടെ, പൊക്കോട്ടെ. എന്നു വെച്ചാൽ അതിനകത്ത് പുള്ളിക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കൂടി വന്ന ഫോൺ നമ്പർ, ആ ഫോൺ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞതിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരിത് വന്നേക്കുന്നത്. കാര്യം പരിചയമില്ലാത്തൊരാൾക്കും ഫോൺ നമ്പർ കൊടുക്കാതിരിക്കായിരുന്നു.
അതും ചെയ്യായിരുന്നു. പിന്നെ പുള്ളി ഇങ്ങനെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇത്ര ഒരു ഫെയിമായിട്ടുള്ള ആളായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവർ കൂടുതലും പാട്ടിലാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവർ ഗാനമേളയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇപ്പം ഈ സീസണായി വരുവാണ്. അങ്ങനെ ഇപ്പോൾ സ്റ്റാർ സിംഗറിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന പിള്ളേർ പോലും ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവത്തിനാണെങ്കിൽ സ്റ്റാർ സിംഗറിലുള്ള പിള്ളേരുടെ ഇപ്പോൾ ഗാനമേളയുടെ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് കിട്ടുന്നതൊക്കെ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അതിൽ അയാളുടെ ഫാമിലി എടുത്തിട്ട് ആ പെൺകുട്ടി അക്ബർ മോശക്കാരനാണ് എന്ന് പറഞ്ഞത് എന്നതാണ് ഒരു കുടുംബം തകർക്കുന്നതിൽ കിട്ടുന്ന സുഖമെന്ന് എനിക്കറിയത്തില്ല. ഇച്ചിരിയും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ ചാറ്റ് ചെയ്ത് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണിച്ചാൽ ഓക്കെ. ഇപ്പോൾ ആ മെസ്സേജ് ഇട്ടതിനകത്ത് അക്ബർ ആ പെണ്ണിനോടൊരു മോശമായിട്ട് സംസാരിച്ചു. എങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോ അയച്ചു തരാമോ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കാണണം, നിങ്ങൾ എന്നൊക്കെ ഒരു വാക്കെങ്കിലും അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലവിൻ്റെ സ്റ്റിക്കറെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം പുള്ളി അത്ര ശരിയായിട്ടല്ല മുന്നോട്ട് പോകുന്നേ എന്ന് പറയാം. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഒരു മോശമായിട്ടൊരു ഇതായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു ജസ്റ്റ് ഒന്ന് ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇത് അക്ബറിൻ്റെ ഐ ഡി തന്നെ ആയിരുന്നോട്ടെ, ഇത് വേറെ ആരെങ്കിലും കയറി ചെയ്തതാണോ എന്നും നമുക്കറിയാനൊക്കത്തില്ല, ഇല്ലേ? ഇവരൊക്കെ ഫോണൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ, അല്ലെങ്കിൽ ഇവരുടെ ഐ ഡിയുടെ ഇത് ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എത്ര പേരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്ന് പറയുന്ന പോലെ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുകാർക്കിടയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഇനി തമാശക്കാരിലും കാണിച്ചാണോ നമുക്കറിയാനൊക്കത്തില്ല. പക്ഷേ ഇത് ഇത്ര ഒരു വിഷയമാക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിനപ്പുറത്ത് ഒരു പെൺകുട്ടി ഉണ്ടെന്ന് കൂടെ ചിന്തിക്കണമായിരുന്നു. ഒരു കുടുംബജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല, കുടുംബജീവിതം തുടങ്ങാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നും കൂടെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഒരാളെ പറ്റി പറയുമ്പം അതിൻ്റെ ഇനിയാണ് ഓരോരുത്തർക്ക് കമൻറ്റ് ഇട്ടേക്കുന്നത്, ഇനിയാണെങ്കിലും രക്ഷപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു വ്യക്തിയെ നിസ്സാരം ഒരു കമൻറ്റ് കൊണ്ട് മാത്രം നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. അത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ അക്ബർ എന്ന് പറയുന്നൊരു വ്യക്തി ബിഗ് ബോസിൽ കണ്ട ഒരാളല്ല, പുറത്ത് നമ്മളല്ലാതെ കാണുന്നൊരു വ്യക്തി. അത് അവരുടെയൊക്കെ അഭിനയമായിരുന്നായിരിക്കും അതിനകത്ത് കിടന്ന് കാണിച്ചത്. പുറത്ത് അങ്ങനെ ഒരു വ്യക്തി, ആ ഒരു ആളെ അല്ലായിരുന്നു ഞാൻ നേരത്തെ മുതൽ കണ്ടിട്ടുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് പുള്ളിയോട് വലിയ താല്പര്യമൊന്നുള്ള ആളൊന്നുമല്ല. കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ വെറുത്തു പോയ ഒരാളാണ് ഞാൻ. കാര്യം ഒട്ടും താല്പര്യം തോന്നിയില്ല. കാര്യം അനുവിൻ്റെ പുറകെ നടന്നുള്ള പ്രശ്നവും രേണുസുധീനെ പറഞ്ഞ വാക്കുകൾ, പിന്നെ നല്ലപോലെ കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി അതിനകത്ത്. എനിക്ക് ഒരു ശകലം പോലും പാട്ട് ഇഷ്ടമായിരുന്നു, അതിനകത്ത് വന്ന അവളുടെ ഇഷ്ടങ്ങൾ മൊത്തം എനിക്ക് പോയൊരു വ്യക്തിയാണ്. അക്ബറിൻ്റെ കുറ്റം പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതുപോലെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഒരാളുടെ പേഴ്സണലായിട്ടുള്ളൊരു ലൈഫിൽ കയറി നമ്മൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ കമൻറ്റ് കേട്ടിട്ട്, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.